എല്ലാവരും ഒരു പൊങ്കാല അർപ്പിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ നിൽക്കുന്നു. പൊങ്കാല ഇടാനുള്ള തയ്യാറാണ് സേതു. എല്ലാ പ്രമുഖരും തന്നെ എത്തിയിട്ടുണ്ട്. മേയർ അടക്കമുള്ള എല്ലാവരും സ്ഥലത്ത് സന്നിഹിതരാണ്. അല്പസമയത്തിനകം ഇപ്പോൾ 9:24 സമയമെങ്കിലും 10:30 ഭണ്ഡാര അടുപ്പിൽ തീ പകരുക. ആ അഗ്നിയാണ് പിന്നീട് നഗരത്തിലെമ്പാടുമുള്ള പൊങ്കാല അടുപ്പുകളിലേക്ക് പകരുക സേതു. അപ്പോൾ ഒരുക്കങ്ങളുടെ ഭാഗമായി ഭരണസമിതി അംഗങ്ങളും ട്രസ്റ്റിൻ്റെ അംഗങ്ങളും സ്ഥലത്തെ പ്രമുഖരെല്ലാം സന്നിഹിതരായിട്ടുണ്ട് സേതു. നമുക്ക് ഇവിടെ നിന്നാൽ ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ശ്രീകോവിലിനുള്ളിൽ ഇവിടേക്ക് ആ തീനാളം എത്തിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. അതിനാൽ തന്നെ ഭക്തരുടെ അകത്തേക്കുള്ള ദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. അവരെ ഇപ്പോൾ ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. ഇനി ഈ നടപ്പന്തലിൽ നിൽക്കുന്ന ഈ വലിയ ജനക്കൂട്ടത്തിന് ഈ ഏകദേശം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ജനസാഗരം ഇപ്പോഴും ഇവിടെയുണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നത് അവർ പൊങ്കാല ഇടുക എന്നൊരു ഉദ്ദേശം നടക്കാൻ സാധ്യതയില്ല. കാരണം അവർ ഈ ദർശനം കഴിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുക്കും. നേരത്തെ ദർശനം പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ടാവും ഇവർ. ഇനിയിപ്പോൾ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ നിന്നും ഈ പൊങ്കാല ചടങ്ങുകൾ തുടങ്ങിയതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ ദർശനം ഉണ്ടാകൂ. അതായത് ഇനിയിപ്പോൾ ഒരു 10:30 കൂടി മാത്രമേ ഈ ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അതുവരെയും അവരെ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇതിന് പുറത്തും നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നു. നമുക്ക് ഈ തോറ്റമ്പാട്ട് നടക്കുന്ന പന്തൽ കാണാൻ കഴിയുന്നുണ്ട്. ആ പന്തലിന് തൊട്ട് മുന്നിലായി തന്നെയാണ് അടുപ്പുള്ളത്. അടുപ്പ് കൂട്ടി പുത്തൻകല മുകളിൽ വെച്ച് ഒരു ഇലയിട്ട് മൂടി അലങ്കാരങ്ങളൊക്കെ ആയി ഒരു ഇലയിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം സമയമില്ല. അധികം സമയമെന്ന് പറയുമ്പോൾ അതിവേഗത്തിൽ സമയം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവരുടെ തയ്യാറെടുപ്പും നിൽപ്പും കണ്ടാൽ ഇവിടുത്തെ ആളുകളുടെ നമ്മളെല്ലാം കാത്തു നിൽക്കുന്നത് ഇപ്പോൾ നടക്കും എന്നുള്ള തരത്തിലാണ്. കുറച്ചുകൂടി സമയമുണ്ടെങ്കിലും അത് വേഗത്തിലൊക്കെ കടന്നു പോകും. അതിനുശേഷം പിന്നീട് ഈ ഭക്തർ കാത്തിരിക്കുന്ന പൊങ്കാലയിലേക്ക് കടക്കാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഈ ക്ഷേത്രത്തിനകത്ത് മാത്രമല്ല പുറത്തുള്ള ഓരോ കോണുകളിലും പൂർത്തിയായിട്ടുണ്ട്. എല്ലായിടങ്ങളിലും നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നാൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ അടുപ്പ് കൂട്ടി അടുപ്പിന് മുകളിൽ കലം വെച്ചിരിക്കുന്ന ദൃശ്യമാണ് തിരുവനന്തപുരത്ത് എവിടേക്ക് നോക്കിയാലും കാണാൻ കഴിയുക. ഇനി അതിലേക്ക് തീനാളം പകരുന്ന ഒരു ഇതിനുള്ള കാത്തിരിപ്പ് മാത്രമാണ്. വളരെ വേഗത്തിൽ സംഭവിക്കുന്നുള്ളതാണ്. ഭണ്ഡാരടുപ്പിൽ തീ പകർന്ന നിമിഷങ്ങൾക്കകം തന്നെ അത് എല്ലാ അടുപ്പുകളിലേക്കും ആ അഗ്നി പടരുകയും പൊങ്കാല കലങ്ങൾ സജീവമായി പൊങ്കാല തിളച്ച് തൂവാനുള്ള കാത്തിരിപ്പാണ്. പിന്നെ ഒരു വിശ്വാസമുണ്ട്. അതായത് പൊങ്കാല കലത്തിൽ അരിയിട്ട് കഴിഞ്ഞാൽ തിളച്ച വെള്ളത്തിലേക്ക് അരിയിട്ട് കഴിഞ്ഞാൽ കുരവയിട്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുക. ആദ്യം അഗ്നി സ്വീകരിക്കുന്നതും അങ്ങനെ തന്നെയാണ്, കുരവയിട്ടുകൊണ്ടാണ്. അതിനുശേഷം പൊങ്കാല തിളയ്ക്കുന്ന സമയത്തും തിളച്ച് തൂവുമ്പോഴും കുരവയിടുന്നത് ഒരു പതിവാണ് ഈ ഭക്തരെല്ലാവരും തന്നെ. അതുപോലെ ഈ തിളച്ച് തൂവുന്നത് കിഴക്കോട്ടേക്കാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഭാഗ്യമെന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് വിശ്വാസങ്ങളുടെ കൂടി ഒത്തുചേരലാണ് പൊങ്കാല എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഇനി വളരെ ചെറിയ സമയം മാത്രമാണ് ഉള്ളത്. നമ്മളപ്പോഴും ഈ ചെറിയ സമയം എന്ന് പറയുന്നത് മണിക്കൂറുകളും ദിവസങ്ങളുമായുള്ള കാത്തിരിപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അതിലേക്കുള്ളൂ. തീർച്ചയായും ഇനി വളരെ കുറഞ്ഞ സമയം മാത്രം. 9:30 മണിയായി. 10:30 മണിയോടുകൂടിയാണ് ഈ അടുപ്പ് വിട്ട് ചടങ്ങ്